മൂന്നാറിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ന് ഓൺലൈനായി ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, വിവരങ്ങൾ. ആതിര, ജസ്റ്റിസുമാരായ മുഹമ്മദ് മുസ്താഖ് ഒപ്പം തന്നെ MA അബ്ദുൽ ഹക്കീം എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് മൂന്നാറിലെ കയ്യേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഗണിക്കുന്നത്. കാരണം മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതി കൃത്യമായി തന്നെ നടപടികൾ ഏറെ നാളുകളായി നിരീക്ഷിച്ചു വരികയാണ്. ഒരു മാസം തന്നെ 2 സിറ്റിംഗ് പ്രത്യേകമായി തന്നെ നടത്തിക്കൊണ്ട് ഇക്കാര്യങ്ങൾ കോടതി പരിഗണിക്കാറുമുണ്ട്. എന്നാൽ അവിടെ ജില്ലാ ഭരണ മൂന്നാറിലെ കയ്യേറ്റങ്ങൾ, അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു നടപടികളും കൈക്കൊണ്ടിരുന്നില്ല, കാര്യമായ നടപടികളിലേക്ക് കടന്നിരുന്നില്ല. ഇതാണ് കോടതിയുടെ രൂക്ഷമായ വിമർശനത്തിന് തന്നെ ഇടയാക്കിയത്. കോടതി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല എന്ന അല്ലെങ്കിൽ അത്തരം ഒരു വാക്കാൽ കോടതി പറഞ്ഞതും ഇതിന്റെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്നാണ് ഇക്കാര്യം ഒരു റിപ്പോർട്ടും ഒപ്പം തന്നെ മറുപടിയും നൽകുന്നതിന് വേണ്ടി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ന് ഓൺലൈനായി ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നത്. പല ഘട്ടത്തിലും ഉന്നതരായ സ്വാധീനങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, കയ്യേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യേറ്റം തിരിച്ചു പിടിക്കാനും തന്നെ ജില്ലാ ഭരണകൂടം റവന്യൂ വകുപ്പോ സ്വീകരിച്ചിരുന്നില്ല. മറിച്ച് അവരെ നടപടിയായിരുന്നു സ്വീകരിച്ചു വരുന്നത് എന്നായിരുന്നു വ്യാപകമായി തന്നെയുള്ള ഉയർന്ന പരാതി. കാരണം കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് കണക്കുകൾ ഏറെ നൽകുന്ന ഘട്ടത്തിൽ പോലും അതൊന്നും തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കോടതി ഇക്കാര്യത്തിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ല, ഭൂരേഖകൾ പരിശോധന നടത്തുന്നില്ല, ഒപ്പം തന്നെ പരിശോധന നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ചിലർക്ക് വേണ്ടിയാണോ ഇത്തരത്തിൽ വൈകിപ്പിക്കുന്നത് അല്ലെങ്കിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതിരിക്കുന്നത് എന്ന കാര്യമായിരുന്നു പ്രധാനമായും ഹൈക്കോടതി ചോദിക്കുകയും ചെയ്യുന്നത്. പിന്നിൽ ഉന്നതരായ കാരണം കോടതിക്ക് അത്തരം ചില സംശയങ്ങൾ തോന്നിയിരുന്നു. ഇങ്ങനെ അനുകൂലമായി അല്ലെങ്കിൽ കയ്യേറ്റക്കാർക്ക് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ ഉന്നതരായ ആളുകൾ ഉള്ളത് കൊണ്ടാണോ, കാരണം ഇതിൽ മറ്റ് അന്വേഷണങ്ങൾ വേണോ, ഇതിനായി CBI അന്വേഷണം വേണമോ എന്ന കാര്യം പോലും കോടതി തിരക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇക്കാര്യത്തിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകുന്ന മറുപടിയും അദ്ദേഹത്തിന്റെ വിശദീകരണവും അടിസ്ഥാനമാക്കിയായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക. നേരത്തെ തന്നെ കോടതിയിൽ വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് കയ്യേറ്റങ്ങൾ കണ്ടെത്തിയെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. ഇതിൽ 70 കേസുകളിൽ നിലവിൽ അപ്പീലുകൾ ഉള്ളതായും വ്യക്തമാക്കി. ഇത്തരത്തിൽ കേസുകൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ കയ്യേറ്റങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ പോലും അത് ഒഴിപ്പിക്കുന്നില്ല എന്ന് വരുമ്പോൾ ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ നിന്നുണ്ടാവുന്ന പരാമർശങ്ങൾ പോലും ഏറ്റവും പ്രധാനമായി മാറുകയും ചെയ്യും.